ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഒരു സെക്കൻഡ് ഞാൻ ലൈവ് ഇട്ടോട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരും പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മളിന്ന് 2-ാം അധ്യായം അല്ലേ? 2-ാം അധ്യായം പൂർത്തിയായി പ്രഭു. 3-ാം അധ്യായം തുടങ്ങേണ്ടത്. 3-ാം അധ്യായം അല്ലേ? 3-ാം അധ്യായത്തിൽ എത്രാമത്തെ ശ്ലോകമാണ്? തുടക്കം മുതലാണ്. തുടക്കം മുതലാണല്ലേ? അതെ പ്രഭു. ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അല്ലേ? ശേഷം നമുക്ക് ആദ്യം പ്രാർത്ഥനയിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതോത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി മുഖം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിയത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം. വജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജലശലാകയ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹനരേ ഗുണാനിധം തം സജീവം സാദൈവം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹനലിത ശ്രീ വിശാഖാനും താംസ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജലപദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേ ശ്രീവൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധേവ ജാപതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമോ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദിപാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭുപാദിക്ക് ജയ്, ഗുരുദേവ്ക്ക് ജയ്, അനന്തകോടി വൈഷ്ണവഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അധ്യായം 3 നമ്മള് ഇതൊന്ന് എടുത്തോട്ടെ, സ്ലൈഡ് എടുത്തോട്ടെ. അധ്യായം 3 എന്ന് പറയുമ്പോൾ കർമ്മയോഗമാണ് അധ്യായം 3 പറയുന്നത്. കർമ്മയോഗം എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല, 1 തൊട്ട് 6 വരെ അധ്യായങ്ങൾ ശരിക്കും കർമ്മയോഗത്തിന്റെ സെക്ഷനിൽ വരുന്നത്. അപ്പൊ അതിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിലാണ് ശരിക്കും കർമ്മയോഗത്തിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ അർജുന വിഷാദ യോഗമാണ്. 2-ാമത്തെ എന്ന് പറഞ്ഞാൽ ഗീത സംഗ്രഹമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ എന്ന് പറഞ്ഞാൽ അർജുനായ വിഷാദം, അതിനെ പറ്റിയെന്നല്ല വർണ്ണിക്കുന്നത്. 2-ാമത്തെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഭഗവത്ഗീത എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് 2-ാം അധ്യായത്തിൽ. ഒരു സംഗ്രഹമാണ് അല്ലെ. അപ്പൊ അത് കിട്ടി. പിന്നെ 3-ാമത്തെ അധ്യായത്തിൽ തൊട്ടാണ് ശരിക്കും കർമ്മയോഗം. 1 തൊട്ട് 6 വരെ കർമ്മയോഗം ആണെങ്കിലും അതില് 1ഉം 2ഉം അധ്യായങ്ങള് അതിലെല്ലാത്തിലും ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് 3-ാമത്തെ അധ്യായത്തിന് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കർമ്മയോഗത്തിനെ പറ്റി പറയുന്നത്. അപ്പൊ കർമ്മയോഗം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് യോഗം എന്നൊരു വേർഡ് എവിടെയുണ്ടോ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കണക്ഷൻ ആണ്, ഭഗവാനായിട്ടുള്ള കണക്ഷൻ ഉണ്ടല്ലേ. കർമ്മയോഗം, ദാനയോഗം, ജ്ഞാനയോഗം, അങ്ങനെ എന്ത് യോഗം ഉണ്ടെങ്കിലും, അഷ്ടാംഗ യോഗം, സാഖ്യ യോഗം, അങ്ങനെ ഏത് യോഗം എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ അത് ഭഗവാനായിട്ട് കണക്ഷൻ ആണ്. അപ്പൊ അത് അതീന്ദ്രിയമായിട്ടൊരു ലെവലാണ്. അതാണ് ആ കർമ്മം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്കറിയാം കർമ്മം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർമ്മമായിട്ടല്ല വരും. നമ്മൾ എന്ത് കാര്യം ചെയ്ത് കർമ്മം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം എങ്ങനെ ഭഗവാനായിട്ട് കണക്ട് ചെയ്യാം, അതാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാനിൽ നമ്മൾ പല കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ ഭക്തി യോഗങ്ങൾ ചെയ്യുന്നുണ്ട്, ജ്ഞാനയോഗങ്ങൾ, പല യോഗങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ധ്യാനയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്, അഷ്ടാംഗ യോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പല രീതിയിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള വഴികളാണ്. നമ്മൾ കർമ്മ
യോഗത്തിലും കൂടെ ഭഗവാനിലെത്താം, ജ്ഞാനയോഗത്തിലും കൂടെ എത്താം, ഭക്തിയോഗത്തിലും കൂടെ എത്താം, ഹഠയോഗത്തിലെത്താം. അങ്ങനെ പല യോഗങ്ങളുണ്ട്. നമുക്ക് അറിയുന്നതും അറിയാത്തതായ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് ഭഗവാനിലേക്ക് എത്താൻ. അതിലൊരു മാർഗമാണ് കർമ്മയോഗം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനെ അർപ്പിച്ച് ചെയ്യാം, അത് കർമ്മയോഗമാണ്. അങ്ങനെ ചെയ്താൽ തന്നെയും നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. അപ്പൊ അതിനെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ കർമ്മയോഗം, അപ്പൊ അത് ബേസിക് ആയിട്ട് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. കർമ്മയോഗം. അപ്പൊ കർമ്മയോഗത്തിലെ ഫസ്റ്റ് ശ്ലോകം പറയുന്നത് അർജുനവാച ജായസി ചേത് കർമ്മണസ്ഥ മദബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവാം. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ബലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നതെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ ബലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നവർ. അപ്പൊ നമുക്കറിയാം അർജുന യുദ്ധം ചെയ്യാൻ പോകണല്ല. അപ്പൊ യുദ്ധം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കും. അർജുന അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുന്ന അർജുനൻ അറിയാം. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് തീർച്ചയായിട്ടും അർജുനൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്രാജ്യം കിട്ടും, അഥവാ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അപ്പൊ അതിന് ബലം എപ്പോഴും കിട്ടുന്നുണ്ട്. മരണമല്ലെങ്കിലും ജയമാണെങ്കിലും എന്തെല്ലാം ഒരു ബലം കിട്ടുന്നുണ്ട്. അപ്പൊ അത് പറയണെന്ന് വെച്ചാൽ ബലകാംക്ഷയോട് ചെയ്യുന്ന കർമ്മത്തിൽ ശ്രേഷ്ഠമാണ് ബുദ്ധി. അപ്പൊ ബലം നമ്മൾ പ്രതീക്ഷിക്കണം. അർജുൻ അത് ബലം പ്രതീക്ഷിക്കണം, എന്നിട്ട് അത് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിനേലും നല്ലത് ബുദ്ധി എന്ന്, നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ ചെയ്യാൻ പറയുന്നുണ്ട് ഭഗവാൻ. അപ്പൊ അതാണ് കരുതുന്നെങ്കിൽ അങ്ങ് എന്തിനാ ക്രൂരമായ യുദ്ധത്തിന് പറയാം? അപ്പൊ എന്റെ ബുദ്ധിക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാപപ്രതികരണങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്റെ ബുദ്ധി വെച്ചിട്ട് ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഞാൻ യുദ്ധം ചെയ്യുന്നതില്ല. അപ്പൊ യുദ്ധം ചെയ്യുമ്പോഴല്ല എന്റെ ബന്ധുമിത്രാദികൾ വധിക്കപ്പെടുന്നതും അതിന്റെ പാപങ്ങളൊക്കെ എനിക്ക് ലഭിക്കുന്നതും. പിന്നെ ഞാൻ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സമ്പത്ത്, ആ സമ്പത്ത് ഞാൻ ആർക്ക് വേണ്ടിയാണ് ഞാനതിപ്പോ പറയും. നമ്മളെ രീതിയിൽ നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനും കേൾക്കാനും ഒരു വ്യക്തികൾ വേണ്ട. നമ്മളെ ബന്ധുജനങ്ങളും നമ്മളെ സുഹൃത്തുക്കളും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ അതൊക്കെ ഞാനത് വേണ്ടാതെ വെക്കുന്നതല്ല എന്റെ ബുദ്ധി. അപ്പൊ അങ്ങ് പിന്നെ എന്താണ്? അപ്പൊ അർജുനൻ അവിടെ സംശയം വരുന്നതാണ് ശരിക്കും പറഞ്ഞത്. അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ അർജുനൻ പറയുന്നത് രണ്ടിലൊന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ശരിക്കും നമ്മൾ ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താണെന്ന് അറിയണം. അതിനുശേഷം ഒരു കാര്യം നമ്മൾ അറിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് പറയാം. തിയറി പ്രാക്ടിക്കൽ എന്നല്ലേ പറയാം. നമ്മൾ ആദ്യം തിയറി പഠിക്കും, പിന്നെ പ്രാക്ടിക്കലി ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ താത്വികമായിട്ട് തത്വശാസ്ത്രത്തിൽ പരിശീലനം നേടിയതിന് ശേഷം പിന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യണം. അത് പ്രാക്ടിക്കൽ തിയറിറ്റിക്കലായിട്ട് നോളജും കൂടി വേണം നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ വെറുതെ തിരുന്നാമ നമുക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മറ്റുള്ള വിഭാഗക്കാർ, അത് സാമാന്യ ജനങ്ങൾ അവരെന്താ വിചാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ഒന്നും അറിയാത്ത മാതാജി ഒന്ന് അൺമ്യൂട്ട് ചെയ്തിരിക്കും കേട്ടാ. ആരാണാവോ സംസാരിക്കുന്നത്? ഹരേഷ് ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ അത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് എന്ത് മുന്നും നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കളിയാക്കും. അതെങ്ങനെ പറഞ്ഞു? അജ്ഞരായ സാമാന്യ ജനങ്ങളുടെ വില കുറഞ്ഞ ആദരവ് ആർജിക്കാനേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പൊ പറഞ്ഞു. അപ്പൊ അർജുനൻ അവിടെ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ യുദ്ധമൊക്കെ വിട്ടിട്ട് ഞാൻ പോയി തപസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ തപസ് എന്ന് പറഞ്ഞത് ഒരു ഒളിച്ചോട്ടമായിട്ടാണ് അവിടെ മാറാം. അതുകൊണ്ട് ഒരു കാര്യമില്ല, മറ്റുള്ളവർ അർജുനെ കളിയാക്കും. അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിങ്ങനെ പറഞ്ഞു കൊടുക്കണം ഭഗവാൻ. അപ്പൊ ഇതില് എന്താ പറയണം നോക്കാം.
പറഞ്ഞത് ബുദ്ധിയോഗം. ബുദ്ധിയോഗം എന്ന് പറഞ്ഞത് ആത്മീയ ജ്ഞാനാർജനത്തിനുള്ള വഴി. അതായത് നമ്മളെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് എപ്പോഴെന്തിനാ? നമുക്കറിയാം എന്തൊരു കാര്യം എളുപ്പം ചെയ്യാൻ വേണ്ടി നമ്മൾ ബുദ്ധി ഉപയോഗിക്കുമ്പോഴല്ല. നമ്മളിപ്പോ പല കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കാര്യം വിശകലനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളെ ബുദ്ധി ഉപയോഗിക്കണം. അതേപോലെ തന്നെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ട ആത്മീയ കാര്യത്തിനാണെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മനിരതമായ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങൽ, ഏകാന്തതയ്ക്കുള്ള തപശ്ചര്യയല്ല. നമ്മളെ ജീവിതം എന്ന് നമ്മളെ കർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണം, ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിർത്താനൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ നിന്ന് പിൻവാങ്ങി ഏകാന്തതയിൽ വെറുതെ ഇരിക്കുക, എനിക്കൊന്നും വേണ്ട. ചില വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സെക്കൻഡ് കൊണ്ട് ഇപ്പൊ നമ്മള് ഭൗതികത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ഒരു സെക്കൻഡ് പറഞ്ഞ് കുട്ടികളും പറയുന്ന പോലെ എല്ലാവരും ഉണ്ടാവുന്നതായിരിക്കും, പെട്ടെന്നായിരിക്കും ഞാൻ പോകണമെന്ന് പറഞ്ഞത്. അതൊന്നും ശരിയല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. തപശ്ചര്യം, നമ്മളെ കർമ്മം കറക്റ്റായിട്ട് ചെയ്യാതെ നമ്മൾ ചെന്ന് ആ ലെവലല്ല. അങ്ങനെ ഇല്ല. ഇപ്പൊ ശങ്കരാചാര്യരും അങ്ങനത്തെ ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ശരിക്കും ഡയറക്റ്റ് ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഒക്കെ എന്ന് പറഞ്ഞാൽ 20-ാം വയസ്സിൽ തന്നെ സന്യാസം സ്വീകരിച്ചിരുന്നു. അത് ആ ലെവലിലുള്ളത്, അത് ഭഗവാന്റെ കാരുണ്യം കിട്ടിയ അത്രയും ആത്മാക്കളുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം, അതാണ് നമ്മൾ ശരിക്കും നമ്മളെ വൈദിക ഗ്രന്ഥങ്ങളിൽ ആ ചതുരാശ്രമങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം പഠിക്കുക, നമ്മൾ ഗൃഹസ്ഥത്തിലേക്ക് കടക്കുക, അവിടുത്തെ അതിന് വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതിന് കണക്കനുസരിച്ച് നമ്മളെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആസ്വാദനം അത് അതിന്റെ ലെവലിനനുസരിച്ച് പോവാ, കൂട്ടാനും കുറയ്ക്കാണ്ടും അത് വൈദിക അങ്ങനെ പതുക്കെയാണ് സന്യാസത്തിലേക്ക് കടക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ കർമ്മയോഗം ഉണ്ട്, നമ്മൾ ആ കർമ്മം ചെയ്തേ പറ്റും. അപ്പൊ അതിന് വെറുതെ ചെന്ന് തപസ്സിരിക്കുക എന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. അതിന് അർജുനോട് ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പൊ അർജുനൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം ശരിക്കും ഭഗവാൻ എന്താണ് നേരിട്ടുള്ളത്. ചില കാര്യങ്ങൾ ചില വ്യക്തികൾ പറയുമ്പോൾ പറയില്ലേ, അവർ പല കാര്യങ്ങളും പറയുമ്പോ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാൻ പറയും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ജോലിയൊക്കെ പല ജോലികളും നമ്മൾ ഏൽപ്പിക്കുമ്പോ പല കാര്യങ്ങളും മാനേജർ നമ്മളോട് പല കാര്യങ്ങളും പറയും, അതങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് വരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയണം. അത് തന്നെയാണ് അർജുനൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനോട് ചോദിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അർജുനൻ വീണ്ടും ചോദിക്കുന്ന അടുത്ത ശ്ലോകം, വ്യാമിശ്രേവേണ വാക്യേന ബുദ്ധിമോഹയസീവ തദ്ദേകം വദ നിശ്ചന്ധ്യേന ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങൾ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരിപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരം എന്തെന്ന് തീർത്ത് പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ പല മീനിങ്ങിലോടാണ് ഭഗവാൻ പറയുന്നത്. കാരണം പെട്ടെന്ന് ഇത് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് സംബന്ധിച്ച്. അപ്പൊ അർജുനൻ പറയണ പല അർത്ഥങ്ങളിലോടാണ് ഭഗവാൻ അങ്ങനോട് പറയണത്. എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു തരൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനൊരു സാധാരണ മനുഷ്യനും തെറ്റായി വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കാവുന്ന വിധത്തിൽ പ്രഥമ ദൃഷ്ടിയിൽ കൂടിപ്പിണഞ്ഞു കിടക്കുന്ന വിഷയങ്ങളെ പിരിച്ചെടുക്കുവാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, അവർക്ക് കൺഫ്യൂഷൻ, വളരെ കാര്യങ്ങൾ പറയുമ്പോൾ ആകെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ അതൊന്നും വേണ്ടാതെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരൂ, അതാണ് ഇതില് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഭഗവത്ഗീതയിൽ പറയുന്നത് സാഖ്യയോഗം ഉണ്ട്, ബുദ്ധിയോഗമുണ്ട്, ബുദ്ധി കൊണ്ട് ചെയ്യാൻ ഇന്ദ്രിയ നിയന്ത്രണമുണ്ട്, ബലകാംക്ഷയുണ്ട്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അധ്യായത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചു പോരുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ പല കാര്യങ്ങളും അതിൽ പറഞ്ഞു. ഒരു അധ്യായത്തിന്റെ ഒരു സംഗ്രഹം എന്ന് പറഞ്ഞതല്ലേ 2-ാം അധ്യായം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴാണ് അർജുന കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ അതൊക്കെ എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ ഭഗവാൻ. കാരണം ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് അത് എനിക്ക് പറഞ്ഞു തരൂ, അതാണ് ഇതില് പറയുന്നത്. അപ്പൊ ഇനി ഭഗവാൻ പറയുന്ന ശ്ലോകാണ്. ശ്രീ ഭഗവാൻ വാച ലോകാസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരപ്രോക്തമയാനഘ ജ്ഞാനയോഗേന സംഖ്യേന കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതമായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവ്വം സേവനമനുഷ്ഠിക്കരും എന്നിങ്ങനെ 2 കൂട്ടരുണ്ട്. ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? തത്വജ്ഞാനപരവും അനുഭവമാത്രമായ ഊഹാഭോഗങ്ങൾ നടത്തുന്നവരും ഭക്തി
അതായത് ശരിക്കും ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ജ്ഞാനയോഗവും ഭക്തിയോഗത്തെ പറ്റിയാണ് ഇതിൽ പറഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാണ് പാപരഹിതന തത്വജ്ഞാനവും അനുഭവവും മാത്രമായ ഊഹാപോഹങ്ങൾ നടത്തുന്നത്. അതായത് ഭഗവാൻ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ നമുക്ക് പല ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു വിഭാഗക്കാരുണ്ട്, അവരുണ്ട്. അപ്പൊ ഭഗവാൻ ഉണ്ടോ, ഉണ്ട്, ഇല്ലേ അങ്ങനത്തെ ഒക്കെ വരുന്നത്. അത് അവര് അതിന്റെ അത് കാരണം കൊണ്ട് അതിൽ പറഞ്ഞത് ഊഹാപോഹങ്ങൾ. അവർക്ക് ജ്ഞാനമുണ്ട്, അവർ പല തരത്തിലുള്ള ജ്ഞാനങ്ങൾ ഉപയോഗിച്ചിട്ട് അത് ശരിയാണ് ഇത് ശരിയാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യക്തികളുണ്ടാവും. അവർ മുഴുവൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ ചിലവരെന്ന് പറഞ്ഞാൽ ഭക്തിപൂർവ്വം സേവനം, എപ്പോഴും ആ ഭക്തിപൂർവ്വം സേവനം, ഭഗവാൻ ആ ഭക്തിയിൽ മാത്രം ഉന്നി നിർന്ന് ഭഗവാനാണ് സർവസ്വം എന്ന് പറഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ശ്രമിക്കുക. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടെന്ന് ഭഗവാൻ പറയുന്നതാണ്. ഒന്നാമത്തേത് അതില് ഭഗവാന്റെ വിശ്വാസത്തിൽ അധികം ഉറക്കാത്തവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറെ കാര്യങ്ങളുണ്ട് അതിൽ. പക്ഷെ എന്നിരുന്നാലും ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, നമുക്ക് വിശ്വാസം ഇല്ലാത്ത കാരണം കൊണ്ടല്ലേ പലരും പറയുമ്പോ അത് ശരിയാണോ ഇത് ശരിയാണോ, എന്ത് കാര്യം ഭൗതികമായിട്ടുള്ള ഒരു കാര്യം എടുത്താലും അപ്പൊ നമുക്ക് അത് സംശയങ്ങൾ വരും. അതിന് അവിടെയാണ് ഊഹാപോഹങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ തത്വജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അങ്ങനത്തെ വ്യക്തികൾ, അവർക്ക് ജ്ഞാനം ഇല്ല എന്നല്ല, ആ ജ്ഞാനം അവർക്ക് അതാണ് ശരി ഇതാണോ ശരി എന്നൊക്കെ സംശയങ്ങൾ വരും. കാരണം ഭഗവാന്റെ കാര്യം എന്താണ്, അതീന്ദ്രിയാണ്. സാധാരണ നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കും. മനുഷ്യന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, യുക്തി ഇല്ലാണ്ട് നമുക്കൊന്നും വരില്ല. അപ്പം നമ്മൾ പറയുന്നു ഭഗവാൻ, സാധാരണ ഭക്തര് പറയും ഭഗവാൻ നമ്മളെ ഭക്ഷണം അല്ലെങ്കിൽ നിവേദ്യം അത് സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്ന് സാധാരണ വ്യക്തികൾക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല. അത് അതീന്ദ്രിയമായിട്ടുള്ള ലെവലാണ്. അങ്ങനെ ഭഗവാൻ പ്രസാദം, ഭഗവാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഉത്തരമില്ല അല്ലെ. ഭക്തന്മാർക്ക് അറിയാം ഒരു അതീന്ദ്രിയ ലെവൽ ഉണ്ടെന്നും അതുകൊണ്ട് ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ടെന്നും. അപ്പൊ തത്വജ്ഞാനിപരമായി അവർക്ക് പറഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു, അവരതിന് വേറെ പല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ വരുമ്പോൾ അതെന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരീശ്വരവാദം എന്ന് മുഴുവനും പറയാൻ പറ്റില്ല. അവർ നിരീശ്വരവാദികൾ വേറെയാണ്, എന്നാലും അവർക്ക് സംശയങ്ങളുള്ള ഒരു പാർട്ട്, പിന്നെ പ്യുവറായിട്ട് ഭഗവാനെ സറണ്ടർ ആയിട്ടിരിക്കുന്ന ഒരു പാർട്ട്. അങ്ങനെ രണ്ട് സെക്ഷൻ ഉണ്ടെന്ന് ഭഗവാൻ പറയണം. അപ്പൊ അതിൽ വരുന്നതാണ് ഈ സാഖ്യയോഗം എന്ന് പറയുന്നത്. സാഖ്യയോഗം പറഞ്ഞതാണ്. സാഖ്യയോഗം അഥവാ ജീവാത്മാവിന്റെ ജഡപദാർത്ഥത്തിന്റെ സ്വഭാവത്തെ വിശകലനം ചെയ്ത് പഠിക്കലാണ്. അപ്പൊ അവര് ഫസ്റ്റ് വിഭാഗത്തിൽ പേര്, അതായത് തത്വജ്ഞാനികൾ. അവരെന്താണ് സാഖ്യ സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തമുണ്ട്. അതിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ്, അതിൽ ശരിക്കും പറയുന്നത് 24 മൂലകങ്ങൾ, നമ്മളെ ഭൗതികതത്തെ 24 മൂലകങ്ങളായിട്ട് തിരിച്ച് നമ്മളെ ശരീരത്തിന് പഞ്ചഭൂതമാണ്, അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, അതുപോലെ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, അതേപോലെ തന്നെ ഗന്ധം, അങ്ങനത്തെ തന്നെ പഞ്ചഭൂതങ്ങൾ, ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് അവർ 24 മൂലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ 25ാമത്തെ തന്നെ ശരിക്കും ആത്മാവ്, പിന്നെ 26 പരമാത്മാവ്, അങ്ങനെ തിരിച്ച് അവര് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന വെച്ചാൽ നമ്മളെ പഠിത്തം പോലെയല്ല, സാഖ്യ യോഗയില് അങ്ങനത്തെ പല കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ചെയ്ത് പഠിക്കണം. അതാണ് ഊഹാപോഹം എന്ന് പറയുന്നത്. അവരത് പഠിച്ച് ആ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അവര് ബുദ്ധിയോഗം എന്ന് പറഞ്ഞു, അതാണ് കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഭക്തിയോഗം എന്ന് പറഞ്ഞു, ബുദ്ധിയോഗം എന്ന് പറഞ്ഞു. ആ ബുദ്ധിയോഗത്തിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അത് ഭഗവാനാണ് അൾട്ടിമേറ്റ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. അതിൽ പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറയുന്നത് തത്വശാസ്ത്രം, അതും കുറച്ചു നേരത്തെ പറഞ്ഞ പോലെ തത്വശാസ്ത്രം അല്ലെങ്കിൽ മതം വെറും വികാരം മാത്രമായിരിക്കും. ചിലപ്പോൾ മതമില്ലാത്ത തത്വശാസ്ത്രവും മാനസികമായ ഊഹ കച്ചവടമായി കലാശിക്കും. അത് ഈ പോയിന്റ് എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഭക്തി ഉണ്ട്, അതാണ് മതം എന്ന് പറയുന്നത്. നമുക്ക് ഭക്തി ഭയങ്കര ആവശ്യമായിരിക്കും ഭഗവാന്റെ കാര്യങ്ങൾ. പക്ഷെ അതിന്റെ ഒരു ബേസിക്, അതിന്റെ ഒരു ബാക്കപ്പ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതായത് അതിന്റെ ഒരു തത്വം അല്ലെങ്കിൽ ആ ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. ആ ജ്ഞാനവും ഉണ്ടായിരിക്കണം, എന്നാൽ നമുക്ക് ഭക്തി ഉണ്ടാവണം. ഇത് രണ്ടും വേണം എന്നാ പറയുന്നത്. അല്ലെങ്കിൽ തത്വം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ, ജ്ഞാനം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, അതിന് ഊഹാപോഹങ്ങളായി മാറുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ ഭക്തിയും വേണം, അതേപോലെ തന്നെ ജ്ഞാനവും വേണം, എന്നാലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അതായത് തിയറിയും വേണം, പ്രാക്ടിക്കലും വേണം. അതാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഇതിൽ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞപ്പോ ജീവന് കൃഷ്ണമായിട്ടുള്ള ബന്ധം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്ന എല്ലാ അപ്പൊ നമ്മള് ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഭഗവാനായിട്ടുള്ള ബന്ധം ഭഗവാനായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കാം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതിലേക്കാണ് നമ്മളെ വേദങ്ങളായാലും നമ്മളെ കൊണ്ടുപോണത് അതിലേക്കാണ്. അതിൽ പല കാര്യങ്ങളും വേദങ്ങളിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് സെക്ഷൻ അതിൽ പറയണെന്ന് കഴിഞ്ഞാൽ കർമ്മകാണ്ഡം തന്നെ സെക്ഷൻസ് ഉണ്ട്. അതിൽ ദേവന്മാരെ പൂജിക്കാൻ തന്നെ പറയുന്നുണ്ട്. ദേവന്മാരെ പൂജിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിന് മാത്രം ഒതുങ്ങിക്കൂടാനല്ല, പിന്നെയാണ് അതിൽ തന്നെ വരുന്നതാണ് ഉപനിഷത്തുകൾ. അപ്പൊ അതിൽ തത്വജ്ഞാനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാത്മാവിനെ അതീന്ദ്രിയിലേക്ക് നമ്മൾ ഉയരണം. അപ്പൊ അങ്ങനെയാണ് അത് ഒരേ ലെവലിൽ വേദങ്ങളിലായാലും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് പുരുഷാർത്ഥങ്ങൾ അറിയാം, അർത്ഥധർമ്മ കാമ മോക്ഷ എന്നുള്ള ഇതറിയാം. അപ്പൊ ഇത് പറയണതും അത് തന്നെയാണ്. കാരണം അർത്ഥവും വേണം, ധർമ്മവും വേണം, കാമവും വേണം, മോക്ഷവും വേണം. അപ്പൊ മോക്ഷം എന്നൊരു പോയിന്റ് അതിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെ വൈദ്യ ഗ്രന്ഥങ്ങളിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഉയരണം. അത് ചെയ്യാതെ വരുമ്പോൾ ഇപ്പോഴത്തെ ലോകത്തിൽ എന്താണ്, ധർമ്മം ഇല്ല, അർത്ഥമുണ്ട്, പൈസ വേണം, കാമുണ്ട്, നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുക, ജീവിക്കുക, അത് മാത്രമാണ്. പക്ഷെ ഇത് രണ്ട് പില്ലർ നമ്മളെ പോയി കഴിഞ്ഞാൽ, ഇത് ധർമ്മവും പോയി കഴിഞ്ഞ് മോക്ഷവും പോയി കഴിഞ്ഞ്, ഈ ധർമ്മവും മോക്ഷവും കൂടെ ആയിക്കഴിഞ്ഞാലേ മാത്രമേ നമ്മൾ പരിപൂർണത്തിലേക്ക് എത്തുള്ളൂ. അതായത് നമ്മൾ ബേസിക് ആയിട്ട് അതീന്ദ്രിയത്തിലേക്ക്, അതീന്ദ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടൊരു നമ്മളെ ബേസിക് ഒരു മനുഷ്യനാവാന്ന് പറയില്ലേ നമ്മൾ സാധാരണ. ഒരു മനുഷ്യ ജന്മം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യ ജന്മം കിട്ടുന്ന പറയുന്നത്. അപ്പൊ 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷം മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാൻ, അതായത് അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താം. കാരണം ബാക്കിയുള്ള എല്ലാ ജന്മങ്ങളും, എല്ലാ മൃഗത്തിലുള്ള മൃഗജന്മങ്ങളടക്കം 84 ലക്ഷത്തിലുള്ള എല്ലാ മൃഗം, ജലം, ജീവ, അങ്ങനെ പല ജീവികളിൽ കൂടി നമ്മൾ കയറി ഇറങ്ങി വരുന്നത്. അവർക്കൊരിക്കലും മോക്ഷം കിട്ടത്തില്ല. മോക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ മനുഷ്യജന്മം കിട്ടിയാൽ മാത്രമേ മോക്ഷം എന്നുള്ള ഇതിലേക്ക് വരുള്ളൂ. കാരണം ഭഗവാൻ അറിയണമെങ്കിൽ മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. ബാക്കി എല്ലാവരും അവരെ കർമ്മങ്ങൾ ചെയ്തതനുസരിച്ച് ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കണം. പക്ഷെ മനുഷ്യന് മാത്രമേ എന്താ ചെയ്യുക, കർമ്മങ്ങൾ കൂട്ടാനും കുറയ്ക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് കാരണമാണ് മനുഷ്യ ജന്മത്തിൽ നമുക്ക് ഉയർന്ന ലോകത്തിലേക്കും താഴ്ന്ന ലോകത്തിലേക്കും പോകാൻ പറ്റും. പക്ഷെ മൃഗങ്ങൾക്ക് താഴ്ന്നതിനും പോകാൻ പറ്റില്ല, താഴ്ത്തിക്കും പോകാൻ പറ്റില്ല. അവരെ കർമ്മങ്ങൾ ചെയ്ത് തീർക്കണം. അതാണ് ശരിക്കും മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത്, അതായത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ലെവലിലേക്ക്, അതായത് ബേസിക് ആയിട്ട് ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു. കാരണം നമ്മൾ എന്തായാലും ഭൗതിക ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൗതികതയുടെ ത്രിഗുണങ്ങളെ ഭൗതിക ലോകത്തിൽ ബന്ധസ്ഥരായി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത്ര ജന്മങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ ജന്മങ്ങളിലുള്ള സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങൾ, അതായത് നമ്മളെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോരുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഇന്നത് എനിക്ക് വേണ്ട, ഇന്നത് എനിക്ക് വേണം, ഇതൊന്നും പറയാൻ പറ്റില്ല. പ്രകൃതി അങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ പറയില്ല, നമ്മൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ നമുക്ക് ബാധകമാണ്, അവിടെ നിയമങ്ങൾ ബാധിക്കാൻ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാം പ്രകൃതിയിൽ വന്നു കഴിഞ്ഞ് ഈ നിയമങ്ങൾ, ഇന്ദ്രിയങ്ങൾ അതിലേക്ക് അങ്ങനെ ആകർഷണമായി പോകും. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് ഇന്ദ്രിയത്തിന്റെ പ്രശ്നം, ഭൗതിക ലോകത്തിന്റെ പ്രശ്നം, അതിന് നമ്മൾ ഇന്ദ്രിയത്തിന്റെ കൺട്രോളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇന്ദ്രിയത്തിന്റെ കൺട്രോളിനെ അതാണ് പറയുന്നത്. ഈ ഇന്ദ്രിയത്തിനെ നമ്മൾ എന്താ ചെയ്യുക, ഡൈവേർട്ട് ചെയ്യണം, ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് അതിനെ ഇന്ദ്രിയത്തിന് ഒരു പാർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ദ്രിയത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ വളരെ ഇല്ലാന്നല്ല പറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. കാരണം ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബന്ധസ്ഥരായി കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള നിയമങ്ങൾ, നമ്മൾ അതിലെ ആസ്വാദനം നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അത് ക്ഷണികമാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് കാരണം കൊണ്ടാണ് നമുക്ക് ഒരിക്കലും പരിപൂർണത, സന്തോഷം നമുക്ക് ലഭിക്കാത്തത്. നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമ്മൾക്ക് എന്ത് കിട്ടിയാലും പോരാത്ത ഒരവസ്ഥ വരാൻ കാരണം എന്താ? കാരണം അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണത്. അതാണ് പ്രത്യേകത. കാരണം ആ പ്രകൃതിയുടെ പ്രത്യേകത അങ്ങനെ, അതിങ്ങനെ ഒരു സാധനങ്ങൾ അടുത്ത സാധനങ്ങൾ കൊണ്ടുതരുന്നു. കാരണം ആത്മാവിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ആത്മാവ് എപ്പോഴും ആ പരമമായ ആനന്ദത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും അതാണ് ആനന്ദം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോകുമ്പോൾ അത് കിട്ടുമ്പോ അത് അല്പം നേരത്തേക്ക് അതാണെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അതല്ലാന്ന്. അപ്പൊ വീണ്ടും അടുത്തിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഈ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോ ഈ ജന്മല്ല അടുത്ത ജന്മത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞു. അപ്പൊ ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാല് ഊഹാ
അതിന് സാഖ്യ യോഗം, അതിൽ ഇതേപോലെ തന്നെ പല കാര്യങ്ങളും പഠിക്കുന്നവരുണ്ട്. പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവര് ഭഗവാനിൽ 100% വിശ്വസിച്ച് അൾട്ടിമേറ്റ് അവർക്ക് അത് മനസ്സിലായി കഴിഞ്ഞു, ഭഗവാനാണ് സത്യം. അപ്പൊ ആ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാം, ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അതാണ് ഭക്തർ എന്ന് പറയുന്നത്. അത് രണ്ട് കാര്യമാണ് ഭഗവാൻ ഇപ്പൊ ഇതില് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് 4ാമത്തെ ശ്ലോകം. കർമ്മണനാരംഭ്യ നൈഷ്കർമ്മ്യം പുരുഷോസ്നുദേ നാച സന്യാസനാദേവ സിദ്ധം സമധിഗച്ഛതി. കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തനാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. അപ്പൊ ഇതിനൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇതൊക്കെ. കാരണം എന്താ വെച്ചാൽ കർമ്മം ചെയ്യാത്തത് കൊണ്ട് മാത്രം ആരും കർമ്മങ്ങളിൽ നിന്ന് മുക്തരാകില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അങ്ങനെ പറയുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ കർമ്മഫലം ലഭിക്കാണ്. അതൊരു നമ്മുടെ ഉള്ളിൽ. പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും പരിത്യാഗമാണ്. അപ്പൊ അങ്ങനെ സന്യാസം ഞാൻ എല്ലാം പരിത്യാഗം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് പൂർണ്ണത ലഭിക്കണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പൊ ഭഗവാൻ പറഞ്ഞത് രണ്ടും തിരിച്ചു പറഞ്ഞു തരണം. കാരണം അങ്ങനെ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയില്ല. അപ്പൊ എന്താണ് അതിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളൊരു തോന്നൽ മാത്രമാണ്. കാരണം അതിന് പറഞ്ഞപ്പോ അർജുനന്റെ ഉദാഹരണം തന്നെ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, അർജുനൻ കർമ്മം ഒന്ന് യുദ്ധം ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, അർജുനൻ പോയി തപസ് ചെയ്യാൻ പോണം. അപ്പൊ അവിടെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ വധിക്കപ്പെടേണ്ട വ്യക്തികളെ അർജുനൻ വധിക്കേണ്ടാവും. അതിന്റെ പ്രശ്നങ്ങൾ അവിടെ നടക്കും. അപ്പൊ അതിന്റെ കാരണക്കാരാണ് അർജുൻ. അപ്പൊ അർജുന കർമ്മഫലം കിട്ടും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ സന്യാസം കൊണ്ട് എന്ന് പറയുന്നത്, കാരണം സന്യാസം എന്ന് പറയുമ്പോൾ നമ്മള് അത് ആ ലെവലിലേക്ക് വേണം. അതായത് അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയ ശുദ്ധി ഇല്ലാത്ത സന്യാസം കേവലം സമൂഹ മര്യാദയുടെ ലംഘനമാണ്. അപ്പൊ നമ്മൾ അത്തരം പ്യൂരിറ്റി ആയിട്ടതിന് ശേഷം നമുക്ക് സന്യാസം എടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇതിൽ ബ്രാഹ്മണ്യം, ഗൃഹസ്ഥം, അതേപോലെ തന്നെ വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ കിടക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ സമയത്ത് മുഴുവൻ ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആത്മീയ ജ്ഞാനം നേടേണ്ട സമയമാണ്. സാധാരണ നമ്മൾ 100 വയസ്സ് എടുത്തു കഴിഞ്ഞ് 25 വയസ്സ് വരെ നമ്മൾ ബ്രാഹ്മണ്യം നടന്നു കഴിഞ്ഞാൽ ആത്മീയ വിദ്യാഭ്യാസവും, 25 വയസ്സിന് ഗൃഹസ്ഥത്തിൽ ആയ ആത്മീയ വിദ്യാഭ്യാസം നമ്മൾ ഗൃഹസ്ഥത്തിൽ നടപ്പിലാക്കണം. അപ്പൊ നമുക്ക് അതിൽ ആ സമയത്തിന് ഗൃഹസ്ഥത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങൾ ആസ്വദിക്കേണ്ട കാര്യങ്ങളും അത് പരിധി വെച്ച് അതിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒറ്റയടിക്കും നമ്മൾ ഇന്ദ്രിയത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതിലൊരു പ്രോസസ്സാണ് ശരിക്കും ഗൃഹസ്ഥത്തിൽ വരുന്നത്. പിന്നെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണ കറക്റ്റായിട്ട് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെയ്യുമ്പോഴാണ് അത് വാനപ്രസ്ഥമാറ്റി വരുന്നത്. കാരണം അതിന് കൂടുതൽ സമയം ഗൃഹസ്ഥം എന്നുള്ള പാർട്ട് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വാനപ്രസ്ഥത്തിൽ അടക്കുമ്പോൾ എന്താണ് അതിന്റെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്യാസത്തിലേക്കുള്ള വഴി നമ്മൾ കടത്തണം. അത് കഴിഞ്ഞിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത്. അല്ലാണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ സന്യാസി എന്ന് പറഞ്ഞ് കാവ്യവസ്ത്രം ഇട്ട അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് ഭൗതികമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഉള്ളുകൊണ്ട് എപ്പോഴും ഉള്ളുകൊണ്ട്, അതായത് മനസ്സുകൊണ്ട് വേറെ രീതിയിൽ ജീവിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതിന് ഹൃദയം എപ്പോഴും ഹൃദയശുദ്ധി ഇല്ലാത്ത വ്യക്തി അത് സന്യാസിയാവില്ല. ഹൃദയശുദ്ധി വരുത്തിയതിന് ശേഷം, അതെന്ന് പറഞ്ഞ സന്യാസം കൊണ്ട് ഞാൻ എല്ലാം പരിത്യജിച്ച് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇല്ലാന്ന്. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു കഥയുണ്ട്. അതായത് ഒരു വലിയൊരു പൈസക്കാരൻ ആളെല്ലാ സാധനങ്ങളെല്ലാം വിട്ടിട്ട് സന്യാസിയായി പോയി. എന്നിട്ട് സന്യാസിയായി പോയിട്ട് സന്യാസികൾ അവരെന്തെങ്കിലും കിട്ടണ ഭക്ഷണം കിട്ടണ രീതിയിൽ അനുസരിച്ച് ജീവിക്കുക. അപ്പൊ ആ സന്യാസി പറയുന്നു, എനിക്ക് ഇത്രയും പൈസ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എല്ലാം കളഞ്ഞാണ്. അപ്പൊ അങ്ങനെ അതാണ് പറയുന്നത്. ആ സന്യാസത്തിന് പ്രത്യേകത അതല്ല. സന്യാസത്തിന് പരിത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പരിത്യാഗം. അത് അത്ര ലെവലിലേക്ക് ഉയർന്നാൽ മാത്രമേ നമുക്ക് സന്യാസം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സന്യാസം എന്ന പേര് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ എത്ര ഭേദമാണ് പറയുന്നത്, സ്വല്പം അഭ്യസ്ത ധർമ്മസ്യ ത്രായതോ മഹത്വോ ഭയ എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഭഗവാന്റെ നാമം അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറം നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും. അപ്പൊ ഇത് രണ്ടും ശരിയല്ല. അതായത് വെറുതെ കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് നടക്കില്ല. വെറുതെ സന്യാസം എന്ന് പറഞ്ഞിട്ട് വെറുതെ പുറത്തു പോയിട്ടിരുന്നിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ സന്യാസം സ്വീകരിക്കുക അഥവാ ബലോദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് നാരായണ തുല്യനാകുമെന്ന തത്വചിന്തയുടെ ചിന്തത്തെ ഭഗവാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ സന്യാസം സ്വീകരിച്ചു ഇനിയിപ്പോ ഞാൻ നാരായണ തുല്യ, അതൊന്നും പ്രാക്ടിക്കലല്ല. അത് ഭഗവാൻ ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അതിന് പറഞ്ഞത് തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളെ നിറവേറ്റി സംശുദ്ധനായി വേണം സന്യാസിതൻ.
അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരേ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ അതിന് നമ്മളെ സ്വന്തമായിട്ട് സ്വധർമ്മങ്ങൾ എന്ന് പറയും. നമുക്ക് കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ നിറവേറ്റണം. ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളെല്ലാവരും സാധാരണ എല്ലാവരും ഗൃഹസ്ഥത്തിലാണെങ്കിൽ ആ ഗൃഹസ്ഥത്തിന്റെ കർമ്മങ്ങളുണ്ട് അല്ലെ. നമ്മളൊരു മാതാജിമാരായാലും പ്രഭുക്കന്മാരായാലും എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ ഇനിയൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സന്യാസം സ്വീകരിക്കാൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ അതിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പൊ സന്യാസം നേരിട്ട് സ്വീകരിക്കുന്ന പല ആചാര്യന്മാരൊക്കെ ഉണ്ട്. അവരെ ലെവല് വേറെ. അല്ല അത് നമ്മൾ ഇതിൽ കടന്നിട്ട് പകുതി ഇട്ടിട്ട് വേണം ഇതൊന്നും ചെയ്യാൻ പറ്റും. അതൊന്നും അങ്ങനെ സന്യാസം സ്വീകരിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ആ ആശ്രമത്തിലേക്ക് കടന്നു കഴിഞ്ഞ് ആശ്രമം പരിപൂർണമായിട്ട് നിറവേറ്റാൻ നമ്മൾ ആയ ഗൃഹസ്ഥത്തിൽ തന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അതാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകം. നഹി കശ്ചിദിഷണമപി ചാതോദിഷ്ട്യത കർമ്മ ഹൃദകാരിത ഹവസ്യ കർമ്മ സർവപ്രകൃതി ജൈഗുണ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളെ ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ത്രിഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമമുണ്ട്. ഭൗതിക പ്രകൃതിക്ക് ഒരു നിയമമാണ് ആ ത്രിഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രിഗുണം എന്ന് പറഞ്ഞാൽ സത്ത്, രജസ്, തമസ്, അങ്ങനെ 3 ഗുണങ്ങൾ കൊണ്ടാണ് ഭൗതിക പ്രകൃതിയുടെ നിയമം. ഭൗതിക പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ ആ നിയമം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത് വേണം വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മങ്ങൾ ചെയ്യാൻ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ സത്വഗുണത്തിലാണെങ്കിൽ സത്വഗുണത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. രജോ ഗുണമാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഗുണം രജോ ഗുണമാണെങ്കിൽ രജോ ഗുണത്തിന്റെ കാര്യങ്ങൾ ചെയ്യും. തമസ്സാണെങ്കിൽ തമസത്തിന്റെ ഗുണം കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. എന്തായാലും കർമ്മം രജായാലും സത്തായാലും തമസാണെങ്കിലും നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. അത് പറഞ്ഞാൽ അത് കാരണം ഒരു നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം പ്രകൃതി എന്ന് പറഞ്ഞത് തന്നെ എപ്പോഴും ചലനാത്മകമാണ്. അത് സ്റ്റോപ്പില്ല. പ്രകൃതി തന്നെ കർമ്മം ചെയ്യുമ്പോൾ അപ്പോഴത്തേക്കുള്ള എല്ലാ ജീവാത്മാക്കളും എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ കർമ്മത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പുറത്തു കെടുക്കാൻ കഴിയില്ല. ആ കർമ്മമാണ് നമ്മൾ കർമ്മയോഗമായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും കാര്യങ്ങൾ ചെയ്യുന്നത് അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാന്ന് പറയും. നമ്മൾ സാധാരണ ഇതിൽ ഭാഷയിൽ പറയുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. അത് തന്നെയാണ് ശരിക്കും കർമ്മയോഗം എന്ന് പറയുന്നത്. ശരീരത്തിനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നത് ജീവന്റെ സ്വഭാവമാണ്. അതായത് നമ്മുടെ ജീവാത്മാവിന്റെ പ്രത്യേകത തന്നെ പറയുന്നത് വെച്ചാൽ അങ്ങനെ എപ്പോഴും. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയാം. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരടക്കം ശരീരത്തിന് പ്രത്യേകത ജീവാത്മാവാണ് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കുന്നത്. ആ ജീവാത്മാവ് തന്നെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം ആത്മാവിനാൽ പ്രവർത്തിക്കപ്പെടേണ്ട ഒരു വാഹനമാണ് ശരീരം. അപ്പൊ ശരീരം എന്ന് പറഞ്ഞത് നമ്മളെ ആത്മാവിനാലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ ശരീരമാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, ശരീരമല്ല, നമ്മുടെ ആത്മാവിലൂടെയാണ് ശരീരം വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കറണ്ട് പോലെ, അത് ഇലക്ട്രിസിറ്റി പോലെയാണ്. അതായത് ആത്മാവിനെ കൊണ്ടാണ് ശരിക്കും ഇത് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിപൂർവമായ സേവനം ഉചിതമായ വിധം അനുഷ്ഠിക്കുകയോ ഇരിക്കട്ടെ ഉന്നതമായ നിലവാരം നേരെ. അതായത് ഇത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭക്തിയുത സേവനം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മതി. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ഭഗവാന്റെ കാര്യങ്ങൾ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ താന്നു പോകണമെങ്കിൽ നമുക്ക് നഷ്ടമില്ല. അതിലെന്ന് പറയുന്നത് വേറൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ എല്ലാ കാര്യങ്ങളും മരണശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും. നമ്മളെ സ്വത്ത്, അതുപോലെ തന്നെ വീട്, അങ്ങനെ ബന്ധങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെടും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഞാൻ ഏത് ഡിഗ്രി ആണതൊന്നും അവിടെ കഴിയും, അതോടുകൂടി എല്ലാം കഴിഞ്ഞു പോകണം അല്ലെ. പക്ഷെ അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മളെ സ്ഥൂല ശരീരമാണ് അല്ലെ. സ്ഥൂല ശരീരം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. അപ്പൊ അതിൽ വരുന്നത് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഞാനും എടുക്കണം അവിടെ കിട്ടാവുന്നത് എന്ന് പറഞ്ഞത് നമ്മളെ ആത്മീയനാണ്, അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ. അപ്പൊ അത് കാരണം കൊണ്ടാണ് പറയുന്നത് നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് മുഴുവനാക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്കത് പൂർത്തീകരിക്കാനുള്ള ജന്മങ്ങൾ നമുക്ക് ലഭിക്കുന്നു പറയുന്നത്. അതൊക്കെ പിന്നീട് അധ്യായങ്ങളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഓക്കെ, അത് ഇതിൽ ക്ലിയർ ആയി. ഇനി അടുത്തത് 3.6 കർമ്മേന്ദ്രിയാണി സംയമ്യ യേ ആസ്തു മനസ്സോ സ്മരൻ ഇന്ദ്രിയാർത്ഥൻ വിമൂഢാത്മാ മിഥ്യാചരസ ഉച്ചതേ. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങൾ മനസ്സിന് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിക്കുകയാണ്, കപട നാട്യക്കാരൻ എന്നയാളാണ് പറയേണ്ടത്. അത് സാധാരണ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞ സന്യാസിയുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. കർമ്മേന്ദ്രിയങ്ങൾ, നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിച്ചാലും മനസ്സ് നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പൊ നമ്മള് സാധാരണ ഒരു അമ്പലത്തിൽ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ മനസ്സ് വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലെ എന്ന് പറഞ്ഞ പോലത്തെ നമ്മള് ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സ് വേറെ വല്ലയിടത്തിലായിരിക്കും. അങ്ങനെ ചെയ്യുന്നവർ അതിനെ പറഞ്ഞ കപട നാട്യക്കാരെന്ന് പറയുന്നത്. അപ്പൊ അവരെന്താണ്, അവര് ധ്യാനം അഭിനയിച്ചുകൊണ്ട് മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ മുഴുക്കുന്നു. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ആയിരിക്കും ചെയ്യുന്നത്. അതാണ് മെഡിറ്റേഷൻ ഒന്നും ഇത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞത്. കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ മനസ്സ് വേറെ വല്ലയിടത്തേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ പറയണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്, സാമൂഹ്യ മര്യാദയ്ക്കനുസരിച്ച് ആർക്കും ഇന്ദ്രിയ സുഖം അനുഭവമാവാം. തന്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അംഗീകരിച്ചു കൊണ്ടാവണം ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിത ശുദ്ധി നേടുകയും ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ സാമൂഹ്യ മര്യാദകൾക്ക് അനുസരിച്ച്, അപ്പൊ ആ മര്യാദകൾക്കനുസരിച്ച് നമുക്ക് ഇന്ദ്രിയ സുഖങ്ങൾക്ക് നേടാം എന്നാ പറയുന്നത്. പക്ഷെ അതെന്താ പറയണത്, ചില നിബന്ധനകൾ വേണം. അതനുസരിച്ചായിരിക്കണം ചെയ്യണമെങ്കിൽ ക്രമേണ നമ്മൾ ജീവിത ശുദ്ധി നേടും. അപ്പൊ ശുദ്ധിയിലേക്ക് നമുക്ക്, അതിന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് നമ്മളെ ശാസ്ത്രങ്ങൾ പറയുന്നത് അത് തന്നെയാണ് അല്ലെ. അപ്പൊ അർത്ഥധർമ്മ കാമമോക്ഷ. അപ്പൊ നമ്മൾ അവിടെ നമ്മളെ കാമവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അർത്ഥവും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കാമവും നമ്മൾ ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കി നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷെ അത് മാത്രം ചെയ്യാണ്ട് അതിന് അവിടെ കൺട്രോൾ ചെയ്യുന്നത്, അതിന് നമ്മൾ വൈദ്യഗ്രന്ഥങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം പതുക്കെ നമ്മൾ ആ മോക്ഷത്തിലേക്ക് നമ്മൾ കടക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം ധർമ്മം എന്ന് പറയുന്നത് തന്നെ അത് ഭഗവാനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ധർമ്മത്തിൽ സാക്ഷാ ഭഗവത് പ്രണീതം എന്നാണ് പറയുന്നത്. അപ്പൊ ആ പോയിന്റാണ് പറഞ്ഞു വരുന്നത്. പിന്നെ പറഞ്ഞ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാതെ കപട നാട്യക്കാരനായി ദാനം അഭിനയിച്ചുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾ മുഴുവിപ്പിക്കുകയും അഭ്യസ്ത വിദ്യരായ അനുയായികളെ പോഷ പറഞ്ഞ് കബളിക്കാൻ ശുഷ്കമായ തത്വജ്ഞാനം പറഞ്ഞ് നടക്കുന്ന ഇത്തരക്കാരാറു വഞ്ചകരാണ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമ്മളിങ്ങനെ കുറെ പല സന്യാസിമാരെന്ന് പറഞ്ഞ അങ്ങനത്തെ ഗുരുക്കന്മാരൊക്കെ നമുക്കറിയാലോ. നമ്മളിപ്പോ ഈ ലോകത്ത് കാണുന്നതാണ് പലരും ഉണ്ട്. അവരെന്താ പറയുക, മറ്റുള്ളവരെ സുഖിക്കാൻ വേണ്ടി പലതരം തത്വജ്ഞാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നത്. അവരൊക്കെ അറിവ് വഞ്ചകരെന്നാ പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്, ഭഗവാനിലല്ലാണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊന്നും ചെറിയ തത്വജ്ഞാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് പ്രഭുപാദ സ്വാമി നമുക്ക് ഇതിൽ കൂടെ ഈ ഭാവാർത്ഥത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ യോഗിയെന്ന് നടക്കുകയും വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ്. അപ്പൊ യോഗി നമുക്ക് അതിങ്ങനെ ഒരു പറയില്ല, സാധാരണ ഇതിലെ ഒരു പൊസിഷൻ അല്ല. ഞാൻ ഇതായി കഴിഞ്ഞ് ഞാൻ യോഗിയായി കഴിഞ്ഞ് എനിക്ക് എല്ലാവരും എന്നെ അംഗീകരിക്കും, അതല്ല ശരി. യോഗി എന്ന് പറയുമ്പോൾ അത് ഭഗവാനായിട്ട് കണക്ട് ചെയ്ത വ്യക്തിയായിരിക്കും. ആണ് യോഗി എന്ന് നടിക്കുകയും എന്നാൽ ഞാൻ യോഗിയെന്ന പോലെ എന്റെ ഡ്രസ്സോ അല്ലെങ്കിൽ ഞാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് അങ്ങനെ നടന്നിട്ട് പക്ഷെ ഉള്ളില് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഭൗതികമായിട്ടും പല കാര്യങ്ങളും ചെയ്ത് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടുത്ത വഞ്ചനയാണെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ യോഗികൾക്കായാലും അവര് പല രീതിയിലും കുറെ കാലം ഇങ്ങനത്തെ പല യോഗാഭ്യാസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പല യോഗിയുടെ ഇത് കിട്ടുമായിരിക്കും. അത് അതിലുള്ളതാണ് പല ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അതിന്റെ ലെവലുള്ള പല കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ പല കിട്ടും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഭഗവാന്റെ മായ ശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന പറയുന്നത്. കാരണം നമുക്ക് കിട്ടിയ ജ്ഞാനം ചില യോഗികൾക്ക്, അങ്ങനത്തെ യോഗികളുണ്ട്, അവരത് വേറെ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം, യസിന്ദ്രിയാണി മനസ അർജുന കർമ്മേന്ദ്രിയ കർമ്മയോഗ ആസക്തം സവിശിഷ്യതേ. മറ്റൊരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാൾ അത്യുത്തമനാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തന നിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിച്ച്
ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ. അപ്പൊ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. അങ്ങനെ ഓൺ കിയാ ദേഖ്നെ ഹരേഷ്ണ മദരി, ഹരേഷ്ണ ഓക്കെ. അപ്പൊ ഇതിൽ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഇത് നമ്മൾ പഠിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് പതുക്കെ നമ്മൾ എന്താ കൃഷ്ണാബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെയാണ് നമ്മൾ ഉയരേണ്ടത്. അത് അയാളാണ് അത്യുത്തമം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഇന്ദ്രിയങ്ങൾ പ്രശ്നമാണെന്ന്. അപ്പൊ ഇന്ദ്രിയങ്ങൾ അതിന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ചെറിയ കാര്യങ്ങൾ എല്ലാതും നമുക്ക് തോന്നിയ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നമുക്കറിയാം. ഭൗതികതയിൽ തന്നെ നമുക്ക് തോന്നിയ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നിയമങ്ങളുണ്ടല്ലേ. അതേപോലെ തന്നെ ആത്മീയതയിലും നമുക്ക് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ നമ്മൾ ഊന്നി നിൽക്കണം. എന്നാലേ ആത്മീയമായിട്ട് പുരോഗതി ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഭൗതികതയിലാണെങ്കിലും നമുക്കറിയാം പല നിയമങ്ങൾ. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കുറെ റൂൾസുകളുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാകും ചെയ്യാം. നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അവിടെ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടല്ല എന്ന് പറഞ്ഞ പോലെ ആത്മീയതയിൽ നമുക്ക് ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ വേണം. അങ്ങനെ ഇന്ദ്രിയങ്ങൾ നടത്തി നമ്മൾ കൃഷ്ണബോധപരമായിട്ടുള്ള കർമ്മങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് ശരിക്കും അത്യുത്തമം എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് പറയുന്ന ഒരു ഗൃഹസ്ഥന് പോലും തന്റെ പ്രവൃത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃഷ്ണബോധപരമായ സേവന കർമ്മത്തിലൂടെ ഭൗതിക പ്രവർത്തനം നിന്ന് മോചനം നേടുന്ന എന്റെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ദൈവ സാമ്രാജ്യം പ്രപിക്കും. അപ്പൊ നമ്മൾ ഗൃഹസ്ഥൻ എന്ന് പറയുമ്പോൾ, കാരണം ഗൃഹസ്ഥനെ സംബന്ധിച്ച് ആത്മീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം വളരെ കുറവ് ലഭിക്കുള്ളൂ. കാരണം നമ്മൾ കർമ്മ നിരന്തരമായിരിക്കും അല്ലെ നമുക്ക്. കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്നതാണ്. അപ്പൊ പല കാര്യങ്ങൾക്കും അതിനൊക്കെ സമയക്കുറവുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അതിനോടുള്ള ഇത് മുഴുവൻ കിട്ടത്തില്ല. നമ്മൾ ചെയ്യാനും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അതിനോടും കൂടി നമ്മുടെ അവബോധം മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അത് പറഞ്ഞ എന്നിരുന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പ്രവൃത്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മൾ ആ സമയത്ത് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടുക എന്ന ജീവിത ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക്, ഗൃഹസ്ഥം എന്ന പോയിന്റിലേക്ക് വരുമ്പോഴും നമ്മൾ അവിടെ നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. പിന്നെ പൊള്ളയ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായ പൊതുജനങ്ങളെ കബളിപ്പിക്കപ്പെട്ടവർ ഭേദപ്പെട്ടവൻ ആ ശാസ്ത്രമനുസൃതമായ നിയന്ത്രണ ജീവിതം നയിക്കുകയും അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം പുരോഗതി ചെയ്യുന്നാൽ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ അതൊന്ന് പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇത്രേ ഉള്ളൂ. ആയ സമയത്ത് നമ്മൾ ആത്മീയ ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ചെയ്യുക. അതിൽ കൂടെ ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്തു പോവുക. അതാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അതിന് പറഞ്ഞ ഇതിൽ പോയിന്റ് പറഞ്ഞ ഒരു ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാണ് വർണ്ണാശ്രമ വ്യവസ്ഥത. കൃഷ്ണബോധപരമായ സേവന കർമ്മം കൊണ്ട് ഗൃഹസ്ഥന് ഈ പരമപദം പ്രാപിക്കാം. ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശാസ്ത്രാനുസൃതമായി നിയന്ത്രണ ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗമിക്കുകയും ചെയ്യാം. അപ്പൊ അതിനായ പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളെന്താണ്, നമുക്കതൊരു സഹായമാണ്. നമുക്കതിനൊരു ഗൈഡൻസാണ് തരുന്നത്. ഇങ്ങനെ നീ ജീവിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു തരണം. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. ആ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് ശാസ്ത്രാനുസൃതമായ നിയന്ത്രണ ജീവിതം നമ്മൾ നയിക്കണം. അല്ലാണ്ട് നമ്മൾ ഇഷ്ടത്തിനല്ല. നമ്മൾ ആത്മീയത്തിലായാലും നമ്മൾ നിയന്ത്രണമായിട്ടുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞു നമ്മൾ സത്ത് രജസ് തമോ ഗുണത്തില് സത്വഗുണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്കറിയാം ലളിതമായിട്ടുള്ള ജീവിതം, സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ, സാത്വികമായിട്ടുള്ള ജീവിത രീതി, ഇതൊക്കെ വരുമ്പോൾ സാത്വികമായിട്ട് ഘടകത്തിൽ കിടക്കണം. തമസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ മൈൻഡ് ക്രിമിനൽ ആ ഒരു മൈൻഡിലേക്കാണ് പോകണം. അപ്പൊ അവരൊരിക്കലും ആ ലെവലിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് നമ്മൾ ഗൃഹസ്ഥ ജീവിതത്തിൽ നമ്മൾ സാത്വികമായിട്ട് പതുക്കെ ഉയർത്തിക്കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സാത്വികത്തിന്റെ മുകളിലാണ് ശരിക്കും വിശുദ്ധ സത്വഗുണം എന്ന് പറയുന്നത്. അതായത് ശരിക്കും നെക്സ്റ്റ് ഈ 3 ഗുണങ്ങളെ അതിക്രമിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സത്വഗുണത്തിനെ നമ്മൾ അതിക്രമിക്കണം. നമ്മൾ വിചാരിക്കും ലളിതമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സാത്വികമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അതിന്റെ അപ്പുറത്താണ് ശരിക്കും വിശുദ്ധ സത്വഗുണം എന്ന് പറഞ്ഞാൽ. അതിന് ശരിക്കും കൃഷ്ണബോധം. അപ്പൊ അതിലേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തമോ രജോ ഗുണങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ സാധാരണ ജീവിതത്തില് നമ്മുടെ ഭൗതിക ലോകത്തിൽ 90% രജോ ഗുണങ്ങൾ വ്യക്തികളായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർമ്മികളാണ് അല്ലെ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറില്ല.
ഒരു ആഗ്രഹം അടുത്ത ആഗ്രഹം, അതിനോട് അത്യാസക്തി കൂടുതലുള്ള വ്യക്തികളായിരിക്കും നമ്മൾ കൂടുതൽ വരും. അപ്പൊ അതിൽ നിന്ന് പതുക്കെ നമ്മൾ ലളിതമായിട്ട് നമുക്ക് ഒരു സംതൃപ്തി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടക്കും. അതന്നെ ശരിക്കും സാത്വികം എന്ന് പറഞ്ഞാൽ ആ സാത്വികത്തിന്റെ അപ്പുറത്താണ് ശരിക്കും വിശുദ്ധ സത്വമാണ്. എല്ലാതും ഭഗവാനിലേക്ക് കണക്ട് ചെയ്യണ ഒരു ഇത് വരും. അപ്പൊ ഇതാണ് പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ അതിന് വർണ്ണാശ്രമ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് തന്നെയാണെന്നാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അടുത്തത് നിയതം കുരു കർമ്മത്വം കർമ്മജായോഹ കർമ്മണ ശരീരയാത്രപ്പിച്ചതേ പ്രസിദ്ധത കർമ്മണ. നിനക്ക് വിധിക്കപ്പെട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ വെറുതെ ഇരുന്ന് നമുക്കൊന്നും കിട്ടില്ല. അത് കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. അപ്പൊ ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല ഒന്നും ചെയ്യാതിരിക്കാമെന്ന്. ഭഗവാൻ പറഞ്ഞു കർമ്മം ചെയ്യാനെന്ന് പറഞ്ഞു. നിന്റെ ഡ്യൂട്ടി നീ ചെയ്തേ പറ്റൂ. അതിന് നിനക്ക് വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യണം. മനസ്സിലായി? അതിന് ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ വേറെ രീതിയിൽ പറയുമ്പോൾ അർജുനന് വിധിക്കപ്പെട്ട കർമ്മം എന്താ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് അർജുന യുദ്ധം ചെയ്യാന്നുള്ളത് അർജുന വിധിക്കപ്പെട്ടാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർ ഇപ്പൊ യുദ്ധം നടക്കണില്ലല്ലോ അങ്ങനെ. അപ്പൊ അതിന് പറഞ്ഞു നമുക്ക് വിധിക്കപ്പെട്ട് നമ്മൾ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റൂ. അതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ ആർക്കും സാധ്യമല്ല. പിന്നെ അതിന് പറഞ്ഞ ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാൾക്കും കർമ്മം ചെയ്യുക തന്നെ വേണം. ഭൗതിക പ്രവണതകളെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കർമ്മം. അപ്പൊ എന്താണ് നമ്മളെ ലക്ഷ്യം എന്നത്? ഭൗതിക പ്രവണതകൾ എന്ന് പറയുമ്പോൾ ഇതിൽ സത്വരജസ്തമോ ഗുണങ്ങൾ, അതായത് ഇന്ദ്രിയങ്ങളൊക്കെയാണ് ഇതിലെ പ്രശ്നക്കാരുണ്ട്. അതൊരു ഭൗതിക പ്രവണതകൾ. കാരണം ഇന്ദ്രിയങ്ങള് ശരിക്കും പറഞ്ഞാൽ വിഷപ്പാമ്പുകളോടാണ് നമ്മൾ ഉപമിച്ചിരിക്കുന്നത് അല്ലെ. അത് അത്തരം പ്രശ്നമാണ് പാമ്പുകൾ അല്ലെ. അപ്പൊ അത്രയും അതിലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്. അപ്പൊ അതിനെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. അത് പറഞ്ഞു. അത് കാരണം എപ്പോഴും നമ്മൾ ഭൗതികതയെ പരിപൂർണമായിട്ട് നമ്മൾ അതിന് മാലിന്യം, നമ്മളെ ഉള്ളിലുള്ള മാലിന്യം നമ്മൾ നീക്കണ ചെയ്യുന്നതിൻ്റെ അകത്തായിട്ട്. അതായത് ആ മാലിന്യം നീക്കാന്ന് പറഞ്ഞത് നമ്മൾ പല രീതികളുണ്ട്. ഇപ്പൊ നാമജപമുണ്ട്, അതുപോലെ തന്നെ യമനിയമങ്ങളുണ്ട്, പൂജാവിധികളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓരോന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റണം ആ രീതിയിലൊക്കെ ചെയ്ത് നമ്മൾ ആ സത്വഗുണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. എന്നാലേ നമുക്ക് നമ്മുടെ കർമ്മം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ശരിക്കും പറയുന്നുണ്ട് ഈ സ്വധർമ്മം നമുക്ക് എപ്പം വിടാന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്. കാരണം 18ാമത്തെ അദ്ദേഹത്തിൽ 66ാമത്തെ ശ്ലോകം അതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവധർമ്മ പരിത്യജമാമേകസനം. അവിടെ വെച്ച് എല്ലാ സദ്ധർമ്മം നമുക്ക് പരിത്യജിക്കാൻ പറ്റും. നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കർമ്മം ഒന്നും ചെയ്യേണ്ട നമുക്ക്. അപ്പൊ എല്ലാ ധർമ്മങ്ങളും നിങ്ങൾക്ക് വെടിയാം എന്നിൽ ശരണം പ്രാപിക്കാൻ ഭഗവാൻ പറയുന്നത്. അപ്പൊ അത് 18ാമത്തെ അധ്യായത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറെ അധ്യായങ്ങളുണ്ട്. നമുക്ക് പല വഴിക്കും ഭഗവാനിലേക്ക് എത്താം. പക്ഷെ നമ്മൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. എല്ലാ ധർമ്മങ്ങളും പരിത്യജിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ഭഗവാന്റെ ഭക്തനായി മാറാം. അപ്പൊ അതിനെ മുന്നേറ്റുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മളെ കർമ്മം നമുക്ക് ഒറ്റയടിക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ക്ഷത്രിയനായ അർജുനൻ ഒരു ഗൃഹസ്ഥനും സൈന്യാധിപനും ആണ്. ആ നില കൈവിടാതെ ഒരു ക്ഷത്രിയ ഗൃഹസ്ഥന് വിധിച്ചുള്ള ചുമതല നിറവേറ്റണം എന്നായിരുന്നു ഭഗവാന്റെ വേട്ട. അപ്പൊ അർജുനന്റെ കാര്യം പറഞ്ഞു. അർജുനന്റെ സ്വധർമ്മം അത് ചെയ്തേ പറ്റൂ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട പ്രക്രിയ നടത്താതെ ആരും സ്വന്തം പ്രവൃത്തികൾ ഉപേക്ഷിച്ചും അന്യരുടെ ഔദാര്യത്തിൽ ജീവിച്ചും ഞാൻ എന്ന് പേരെടുക്കാൻ തുനിഞ്ഞുകൂടാ. കാരണം അതെന്ന് പറഞ്ഞത് നമ്മള് ചെയ്യാതെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ എല്ലാ പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളൊരു ഔദാര്യത്തിൽ ജീവിച്ചിട്ട് ഞാനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഡ്യൂട്ടി നീ ചെയ്തേ പറ്റൂ എന്നാണ് ഇതിൽ പറയുന്നത്. യജ്ഞാർത്ഥ കർമ്മണോ നൈത്ര ലോകേയം കർമ്മ ബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. കർമ്മം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോടെ കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാൻ സംതൃപ്തിക്കാൻ നിർവഹിക്കും. അങ്ങനെ ചെയ്ത നിനക്ക് എന്നെന്നും ബന്ധമുക്തനാകാം. അപ്പൊ അർജുനനോട് ആ കാര്യം പറഞ്ഞു കൊടുക്കണം ഭഗവാൻ. നീ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കർമ്മം വിഷ്ണുവിനെ യജ്ഞം എന്നായിട്ടുള്ള നില, ഭഗവാനിലേക്ക് അർപ്പിച്ചിട്ട് നിന്റെ കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഭൗതികതയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഭഗവാനിൽ അർപ്പിക്കേണ്ടത് തെറ്റാണെന്ന് ചെയ്യാൻ പറ്റില്ല അല്ലെ. നല്ല കാര്യങ്ങൾ മാത്രം. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കണം. തെറ്റായിട്ടുള്ള കാര്യം നമുക്ക് ഭഗവാൻ നമുക്ക് അർപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്.
പിന്നെ യജ്ഞം എന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗാനുഷ്ഠാനം എന്ന്. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് തന്നെ ഭഗവാനിലേക്കുള്ള പൂജ. നമ്മൾ സാധാരണ രീതിയിൽ പൂജ എന്ന് പറയും. അപ്പൊ ഭഗവാനിലേക്കാണ് യജ്ഞം എന്ന് പറയുന്നത് തന്നെ. യാഗാനുഷ്ഠാനം എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിഷ്ണു തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ യജ്ഞാചരണം ശ്രീ വിഷ്ണുവിന്റെ സംതൃപ്തിക്കാണ് വേണ്ടി നടക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അത് നിങ്ങൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ പറയല്ലോ, നമ്മളെ വിശ്വരൂപമൊക്കെ പറയുമ്പോൾ എല്ലാ ദേവന്മാരും ശരിക്കും ഭഗവാനിലാണ് വരുന്നത്. ഭഗവാനിൽ നിന്നാണ് എല്ലാ ദേവന്മാരും, അല്ലെങ്കിൽ ഭഗവാനിലാണ് എല്ലാ ദേവന്മാരും. അപ്പൊ എല്ലാവരും, അതായത് വിഷ്ണു സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഭോക്താരെ യജ്ഞ തപസ്സാം എന്ന് പറയുന്നത് എല്ലാത്തിനും ഭോക്താവ് ഞാനാണ്, മനസ്സിലായി. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനിലേക്ക് എത്തും. നമ്മൾ ഈവൻ ദേവന്മാരെ പൂജിച്ചാലും അതിന്റെ അൾട്ടിമേറ്റ് എത്താൻ ഭഗവാനിലേക്കാണ്. പക്ഷെ ദേവന്മാരെ പൂജിച്ചു കഴിഞ്ഞാൽ എന്താ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഭഗവാനെ പൂജിക്കും, ഭഗവാന് മാത്രം എന്താണ് മുകുന്ദൻ, അല്ലെങ്കിൽ മുക്തി എന്നുള്ള ഒരു പേരുള്ളൂ. ബാക്കി ദേവന്മാർക്ക് മുക്തി തരാൻ കഴിയില്ല. അവർക്ക് നമുക്ക് ഭൗതികമായ ഐശ്വര്യങ്ങളൊക്കെ നമുക്ക് തരാൻ കഴിയും. അപ്പൊ അവർ അതും പറയുന്നുണ്ട്, ഭൗതികമായിട്ട് ഐശ്വര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏത് ദേവനെയാണ് നമുക്ക് വേണ്ടത്, ആ ദേവനെ പ്രാർത്ഥിക്കാനുള്ള അവസരം നൽകുന്നതും ഭഗവാനാണെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നന്നായിട്ട് വിദ്യാഭ്യാസം വേണം, അങ്ങനത്തെ ആഗ്രഹമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകൾ വരികയും അത് സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹങ്ങൾ വരും, അവിടേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അതും ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇത് തന്നെയായാലും അൾട്ടിമേറ്റ് ഭഗവാനിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിന് വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ലക്ഷ്യം വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ്. അപ്പൊ വിഷ്ണു തൃപ്തിപ്പെടുത്തുമ്പോൾ എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഭഗവത് നാമം നമുക്ക് കിട്ടും. അതും വർണ്ണാശ്രമ ശ്രമത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അതിന്റെ അതാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് അർത്ഥവും കാമം മാത്രം എടുത്തിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നത്. ദേവന്മാരെ പൂജിച്ച് അതിൽ വൈദികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദേവനെ ഇന്ന രീതിയിൽ പൂജിക്കണം, സൂര്യനെ പൂജിക്കണം, അതുപോലെ ചന്ദ്രനെ പൂജിക്കണം, വരുണനെ പൂജിക്കണം, ഇന്ദ്രനെ പൂജിക്കണം, ഇന്ന ഇന്ന വിധികളുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ അവിടെ സംഭവിക്കണം അതിനനുസരിച്ച് ുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും, നമ്മൾ അതിന് സന്തോഷവും, പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരും, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, വർണ്ണാശ്രമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് വിഷ്ണുവിലേക്ക് എത്താന്ന്. നമ്മൾ വിഷ്ണുവിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞാൽ എല്ലാവരും തൃപ്തിയായി എന്നാണ് അതിന്റെ അർത്ഥം. അതിന് കൃഷ്ണബോധത്തോടെ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മുക്താവസ്ഥയിലാണ്. അപ്പൊ മുക്താവസ്ഥയിലേക്ക് എത്തും നമ്മൾ. കാരണം എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനെ അർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആൾറെഡി തന്നെ മുക്താവസ്ഥയിലേക്ക് എത്തും എന്നാ പറയുന്നത്. പിന്നീട് പറഞ്ഞേരെ യോഗ ലാഡർ, അത് കുറച്ച് ഇതായിരിക്കും നമുക്ക്. അടുത്തത് 10 സഹയജ്ഞാ പ്രജാ സൃഷ്ടോ പുരോവാച പ്രജാപതി അനേന പ്രസവിശിഷ്യതോ മേവോധിഷ്ഠിത കാമാതുഗ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉത്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു: ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാകാം, മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് നമുക്കറിയാം, സൃഷ്ടി നടത്തിയ സമയത്ത് ദേവന്മാരെയും അതുപോലെ തന്നെ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞങ്ങളും ഇതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ യജ്ഞങ്ങൾ നിങ്ങൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് ആ മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും. അപ്പൊ നമുക്ക് സുഖമായിട്ടുള്ള ഭൗതിക ഐശ്വര്യങ്ങൾക്കുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക, അതിനനുസരിച്ച്. അപ്പൊ ലാസ്റ്റ് അൾട്ടിമേറ്റ് നമുക്ക് മോക്ഷം അത് നിങ്ങൾ ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സ്. ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ബന്ധം വിസ്മരിച്ചു പോയത് കൊണ്ടാണ് ഭൗതിക പരിമിതിയിൽ പെട്ടവരാണ് ഭക്തന്മാർ, ഈ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളെല്ലാം. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ ജീവാത്മാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭഗവാന്റെ അംശമാണ് നമ്മൾ, അല്ലെ? ഭഗവാന്റെ അംശമാണ് ജീവാത്മാവ്. അപ്പൊ ജീവാത്മാവിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഭഗവാനായിട്ട് കണക്ട് ചെയ്യാത്തിടത്തോളം കാലം നമുക്കായ പരമമായ ആനന്ദം നമുക്ക് ലഭിക്കില്ല.
അവിടെയാണ് പ്രശ്നം. അപ്പൊ എന്തായാലും അവിടെ നിന്ന് നമ്മൾ കട്ടായി പോകുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഭൗതിക ലോകത്തിലേക്ക് വന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ കൃഷ്ണനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ബന്ധം ഇത് അടയ്ക്കാൻ പറ്റില്ല ഈ പേസ്. ഈ പ്രപഞ്ചത്തിൽ ജീവാത്മാക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിൽ വന്നത് കാരണം കൊണ്ട് കൃഷ്ണനായിട്ടുള്ള ബന്ധം അവിസ്മരിക്കപ്പോവാണ്. കാരണം ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളായ ഭൗതിക നിയമങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് ഭഗവാനായിട്ടുള്ള ബന്ധം ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ യജ്ഞം കൊണ്ട് അവർക്ക് ഈ ലോകത്തിൽ കാലത്തോളം ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ദൈവ സാമ്രാജ്യത്തിൽ എത്തിച്ചേരുവാനും കഴിയും. ഇതാണ് ബദ്ധ ജീവാത്മാവിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതി. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ വന്ന കാരണം കൊണ്ട്, കാരണം അവിടുത്തെ ജീവിത സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ വരുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ പലതും വരും. അപ്പൊ അത് നമ്മുടെ പരിപൂർണതയിലേക്ക് നമുക്ക് കടത്തേ വേണം. അതിൽ കൂടി തന്നെ വേറൊരു മാർഗം ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. ഇതിൽ കൂടെ പിന്നെ അടുത്തത്, അതായത് ഭഗവത് സാമ്രാജ്യത്തിൽ കടക്കാനുള്ള വഴി അടക്കിൽ പറഞ്ഞു തരുന്നു. കാരണം നമുക്ക് ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികൾക്ക് നമുക്കറിയാം, അവരെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവർ LKG UKG 1 അങ്ങനെ അവരെ പഠിപ്പിച്ചു വിടാനായിരിക്കും ഇഷ്ടം. അപ്പൊ എന്താണ് LKG ചെറിയ കുട്ടികൾ പോകില്ല. അപ്പൊ അവർക്ക് നമ്മൾ ചോക്ലേറ്റും പാട്ടും പാടിക്കണം നമ്മൾ പറഞ്ഞു വിടാം. അത് കഴിഞ്ഞിട്ട് അവർ 1, 2 ക്ലാസ് ആകുമ്പോൾ വീണ്ടും അവർക്ക് നമ്മൾ ഈ സാധനം കൊടുക്കില്ല, നമ്മൾ അത് വിടും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് വിടണം. അതാണ് ഇത് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തത് എന്തിനാണ്? നമ്മൾ ഈ ലോകത്തിലുള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, കാരണം ഇന്ദ്രിയങ്ങൾ ഇങ്ങനത്തെയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തു തന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതുമുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ആസ്വാദനം കഴിഞ്ഞതിന് ശേഷം, അത് നിയന്ത്രണമായിട്ട് നിങ്ങൾ ആസ്വാദനം ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുക. അതായത് ആത്മീയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആത്മീയ നോളജ് അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ടുള്ള കഴിവ് നേടിയെടുത്തതിന് ശേഷം നിങ്ങൾ പദ്ധതിക്ക് കടക്കണം. ഇതാണ് ഇതിൽ പറഞ്ഞത്. അതാണ് ജീവാത്മാവിന് വേണ്ടിയിട്ടുള്ള ആ സമഗ്ര പദ്ധതി എന്ന് പറഞ്ഞത്. പിന്നെ വേറെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ യുഗത്തിനും ഓരോ യുഗ ധർമ്മങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയില്ല, ഫസ്റ്റ് നമ്മൾ വരുന്നത് സത്യുഗം. സത്യുഗത്തില് ഈ കാര്യങ്ങൾ ഭഗവാന്റെ ലോകത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ സമയത്ത് നമുക്ക് അവിടെ പറഞ്ഞത് ധ്യാനയോഗമാണ്. നമ്മൾ ഭഗവാൻ പ്രാർത്ഥിച്ച കഴിഞ്ഞിട്ട് നമുക്ക് അടക്കും. അടുത്ത യുഗത്തിൽ വരുമ്പോൾ നമുക്ക് അടുത്ത ത്രേതായുഗത്തിൽ വരുമ്പോൾ അവിടെ പൂജകൾ, യജ്ഞങ്ങളാണ് പറഞ്ഞത്. പിന്നെ ദ്വാപരയുഗത്തിൽ വരുമ്പോൾ വിഗ്രഹ ആരാധനയാണ്. കലിയുഗത്തിൽ വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? നാമജപാണ്. കാരണം കലിയുഗത്തില് ബാക്കിയൊന്നും പ്യൂരിഫിക്കായിട്ടുള്ള വസ്തുക്കളില്ല, വരുന്നില്ല. നമ്മൾ പറയും, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. നമ്മൾ പൂജ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എത്ര പ്രശ്നങ്ങളാണെന്ന് നമുക്കറിയാം അല്ലെ, കലിയുഗത്തിൽ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ. അപ്പൊ അതല്ലെങ്കിലും പ്രശ്നമാണ്. നമ്മളിപ്പോ ഇപ്പോഴത്തെ ലോകത്തല്ല, പഴയ ലോകത്തായാലും അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നന്നായിട്ട് വേദങ്ങൾ ഉച്ചരിക്കാൻ കഴിവുള്ള ബ്രാഹ്മണർ കുറവായിരിക്കും. അതേപോലെ തന്നെ വേദം ആയ ബ്രാഹ്മണർ തന്നെ, വേദം പറയുന്നവർ തന്നെ, വേദം തന്നെ പറഞ്ഞത് തെറ്റായിരിക്കും. അപ്പൊ വേദത്തിന്റെ മന്ത്രങ്ങൾ തെറ്റിക്കൽ വേറെ പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ യുഗത്തിന്, ഈ ലോകത്തിന് പറ്റിയത്, ഇപ്പോഴത്തെ സമയത്തിന് ഏറ്റവും പറ്റിയത് ഭഗവാന്റെ നാമജപം മാത്രമാണ്. അതാണ് അഥവാ ദൈവനാമോച്ചാരണമാണ് ഈ യുഗത്തിന് പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ സങ്കീർത്തന യജ്ഞം. അതിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, യജ്ഞാന് നാമം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ യജ്ഞം എന്ന് പറഞ്ഞത്, ഇപ്പോഴത്തെ യജ്ഞം എന്ന് പറഞ്ഞാൽ നാമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് വിഭൂതി യോഗത്തില് ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് നമ്മൾ നാമജപത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹരേഷ്ണ 10 വരെ ആയുള്ളൂ. നമ്മൾ അപ്പൊ നിർത്തുന്നു. 10 മണിയായില്ലേ ഹരേഷ്ണ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്ര വരെ ശ്ലോകത്തില് 10 വരെയുള്ള 1 തൊട്ട് 10 വരെ കർമ്മയോഗത്തില്. ഹരേഷ്ണ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നിർത്താന്ന്. ആരൊന്നും പറയണില്ല. സ്റ്റോപ്പ് കേട്ടോ മാതാജി. ഹരേഷ്ണ ഓക്കെ, ശരി. വാഞ്ചകൽപതരൂപച്ച ത്രിവത്സന്ധ്യാപച്ച പതിനാം പാവനഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവഭക്തർക്ക് ഗുരുദേവർക്ക് ഹരേഷ്ണ. എല്ലാവർക്കും ഹരേഷ്ണ, പ്രണാമം. ശരിയപ്പ അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക്. സ്റ്റോപ്പ് ചെയ്യാൻ.